Recording in progress. ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി സൈക്കോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞ സൈക്കോളജിയിലും കുറേ തിയറീസ് ആണല്ലേ പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ തിയറീസ് ആണ്? നമ്മൾ ബ്രൂണറിന്റെ നമ്മൾ മെയിനായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ പിയാഷയുടെ പറഞ്ഞു, അതേപോലെ തന്നെ ബ്രൂണറിന്റെ പറഞ്ഞു. ഇനി സൈക്കോളജിയിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? അതായത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ്. ഈ സോഷ്യൽ ഡെവലപ്മെന്റിൽ നമുക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്താണ് എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എറിക്സൺസ് തിയറി ഓഫ് എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എറിക്സൺസ് തിയറിയാണ്. ഓക്കെ, തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഫുൾ നെയിം പറയുകയാണെങ്കിൽ എന്താണ്? എറിക് എച്ച് എറിക്സൺ എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് കുറച്ച് സ്റ്റേജസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്തു നിന്ന്. ഇതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താണ് ഫീച്ചേഴ്സുകൾ അതൊക്കെ എന്ത് ചെയ്യാനായിട്ട് വരും? മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് എന്താണ് ഏതെങ്കിലും ഒരു സ്റ്റേജ് തന്നിട്ട് അത് ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. ചില ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിലെ എറിക്സൺസിന്റെ ഈ ഒരു സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ചോദിക്കാറുണ്ട്. സോ ഇനി നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എറിക്സൺസ് സ്റ്റേജസ് ഓഫ് എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? 8 സ്റ്റേജസ് ആണ്. നമ്മൾ അത്ര ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു 8 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത നമ്മൾ എന്താണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നാണ് പറയാ. എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതായത് മെയിൻലി 8 സ്റ്റേജസ് ആണുള്ളത്. സോ നമുക്ക് എഴുതാണെങ്കിൽ സ്റ്റേജ് 1 ഉണ്ട്, അതുപോലെ തന്നെ 2, ദെൻ സ്റ്റേജ് 3, 4, 5, 6, 7, 8. ഓക്കെ, 8 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇതിൽ ഈ 8 സ്റ്റേജസിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് നമുക്ക് ഹോപ്പ് എന്ന് പറയാം. ഓക്കെ, ഹോപ്പ് എന്ന് പറയാം. അതായത് അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ബി എഡിന് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. സോ അത്ര തന്നെ ഡീപ്പായിട്ട് പറയുന്നില്ല. സോ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത്, അതായത് ഇതെന്താണ് സ്റ്റേജസ് ആണ്. ഇനി അവിടെ എന്തുണ്ടാകും? ഒരു ഈഗോ സ്ട്രെങ്ത് ഉണ്ടാവും. ഈഗോ സ്ട്രെങ്ത്. ആ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഹോപ്പ് ആണ്. എന്താണ്? ഹോപ്പ്. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ അതെന്തായിട്ട് മാറി അവിടെ? ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഈ ഏജ് പറയുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഇയർ ആണ്? അതായത് ഇൻഫാൻസി ആണ് വരിക. ഇൻഫാൻസി മുതൽ അല്ലെങ്കിൽ അതായത് 0 to 1 ഇയർ ആണ് അവിടുത്തെ എന്താണ് ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഏജും കൂടെ പറയാം.
ഏജ്. ഫസ്റ്റ് സ്റ്റേജിന്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഏജ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഏജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 0 to 1 ഇയർ ആണ്. അതായത് ഇൻഫാൻസി 0 to 1 ഇയർ ആണ്. അപ്പൊ ഈ 0 to 1 ഇയർ ആണ്. സ്റ്റേജ് 2 ആവുമ്പോൾ ഏത് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്താണ് 2 to 3 ഇയർ ആണ് വരിക. മറ്റത് എന്തായിരുന്നു? ഇൻഫാൻസി ആണ്. എന്താണ്? ഇൻഫാൻസി. ദെൻ സ്റ്റേജ് 2 ആണെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ആണ്, 2 to 3 ഇയർ. ഇനി തേർഡ് സ്റ്റേജ് ആകുമ്പോൾ ഇയർ എന്തായി? അതായത് പ്രീ സ്കൂൾ സ്റ്റേജ് ആയി. എന്താണ്? പ്രീ സ്കൂൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഇയർ ആ വരിക? 4 to 6 ഇയർ. ദെൻ ഫോർത്ത് എന്താണ്? സ്റ്റേജ് ആകുമ്പോൾ അതെന്തായി? സ്കൂൾ ഏജ് ആയി. എന്താണ്? സ്കൂൾ ഏജ്. ഫോർത്ത് ആകുമ്പോൾ സ്കൂൾ ഏജ്, അതായത് 7 to 12 ഇയേഴ്സ് ആയി. ദെൻ ഫിഫ്ത്ത് ആകുമ്പോൾ എന്തായി? ഫിഫ്ത്ത് ആകുമ്പോൾ അത് അഡോളിസെൻസ് ആണ് കേട്ടോ. ഫിഫ്ത്ത് സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത്? അഡോളിസെൻസ് എന്ന് പറയുന്നത്. അതായത് 13 to 19. ദെൻ സിക്സ്ത് ആകുമ്പോൾ അവിടെ എന്താണ്? യങ് അഡൾട്ട്ഹുഡ് ആണ്. എന്താണ്? യങ് അഡൾട്ട്ഹുഡ്. അത് എത്രയാണ് വരിക? 20 to 45 ഇയർ ആവും. ദെൻ അതാണ് സിക്സ്ത്. ദെൻ സെവൻത്ത് ആകുമ്പോൾ അതെന്താവും? മിഡിൽ അഡൾട്ട്ഹുഡ് ആയി അല്ലെ? മിഡിൽ അഡൾട്ട്ഹുഡ് ആകുമ്പോൾ അത് എത്ര ഏജ് ആവും വരിക? 45 മുതൽ ഒരു 65. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എയ്ത്ത് സ്റ്റേജ് ആകുമ്പോഴേക്കും എന്താണ് അവിടെ വരുന്നത്? ഓൾഡ് ഏജ് ആണ്. എന്താണ്? ഓൾഡ് ഏജ്. അത് നമുക്കറിയാം എത്രയാണ് വരുന്നത്? 65 എബവ് അല്ലെ? 65 എബവ് ആയിട്ട് വരും. അപ്പൊ ഇതാണ് ഏജ് പറയുന്നത്. ഇനി ഈ ഓരോ ഏജിലും നമ്മൾ ഈ ഒരു സ്റ്റേജ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഏജിലും അവിടെ എന്ത് പറയുന്നുണ്ട്? അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് പറയുന്നുണ്ട്. സോ അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ഈഗോ സ്ട്രെങ്ത്, അതായത് ഇൻഫാൻസി സ്റ്റേജ് ആകുമ്പോൾ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്താണ്? ഹോപ്പാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ആണ് അല്ലെ? അതായത് 2 to 3 ഇയർ. അവിടെ എന്താണ് ഈഗോ സ്ട്രെങ്ത് പറയുന്നത്? ഒരു ഇൻഡിപെൻഡൻസ് ആണ്. അതായത് അവിടുത്തെ ആ ഒരു കുട്ടികൾക്ക് എന്താണ് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ സ്റ്റേജ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പർപ്പസ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. എന്താണ്? പർപ്പസ്. ഓർത്ത് വെക്കുക, പർപ്പസ്. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂൾ ഏജ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിറ്റൻസി ആണ് ഉണ്ടാവുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് ആകുമ്പോൾ അവിടെ എന്താണ്? അഡോളിസെൻസ് ആണ്. അപ്പൊ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് പറയുമ്പോൾ സെൻസ് ഓഫ് സെൽഫ് ആണ്. എന്താണ്? സെൻസ് ഓഫ് സെൽഫ്. ദെൻ സിക്സ്ത് സ്റ്റേജ് ആകുമ്പോൾ അവിടെ എന്താണ്? യങ് അഡൾട്ട്ഹുഡ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ലവ് ആണ് അവിടുത്തെ ഈഗോ സ്ട്രെങ്ത്. ദെൻ സെവൻത് സ്റ്റേജ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഈഗോ സ്ട്രെങ്ത് എന്താണ്? സെവൻത്, അതായത് അവിടെ എന്താണ്? മിഡിൽ അഡൾട്ട്ഹുഡ് ആണ്. അപ്പൊ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കെയർ ആണ്. എന്താണ്? കെയർ. ദെൻ ഓൾഡ് ഏജ്, അതായത് എയ്ത്ത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അവിടെ ഉണ്ടാകുന്ന എന്താണ്? ഈഗോ സ്ട്രെങ്ത് എന്താണ്? വിസ്ഡം ആണ് അല്ലെ? വിസ്ഡം. അതായത് ഇവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഹോപ്പ്, ഇൻഡിപെൻഡൻസ്, പർപ്പസീവ്. അതായത് ഓരോ ഏജിലും ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ടായിരിക്കും? ഒരു ഈഗോ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ആ ഈഗോ സ്ട്രെങ്ത് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഈ എറിക്സന്റെ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഉള്ള പറഞ്ഞ ഈ എയ്ത്ത് സ്റ്റേജ് ഉണ്ട്. ഈ 8 സ്റ്റേജിലുള്ള ഈഗോ സ്ട്രെങ്ത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതിൽ തന്നെ ബേസിക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണ്? അതാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത്? നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുള്ളത്
എന്താണ് ഇങ്ങനെ ബേസിക് കോൺഫ്ലിക്റ്റുകൾ അത് ഏതാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ബേസിക് കോൺഫ്ലിക്റ്റുകൾ, അതായത് ഇപ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അത് ഏത് പീരീഡിലാണ് കാണുക, അങ്ങനെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിനെ നമ്മൾ എന്താണ് ബേസിക് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുക. എന്താണ് ബേസിക് കോൺഫ്ലിക്റ്റ്? ബേസിക് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുക. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇൻഫാൻസിന് കുട്ടി ജനിച്ചത് മുതൽ 1 ഇയർ വരെ ഉള്ളതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, സ്റ്റേജ് 1 പറയുന്നത്. ഉള്ള കുട്ടികളുടെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹോപ്പാണ്. അതായത് അവിടുത്തെ കോൺഫ്ലിക്റ്റ്, ബേസിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടിയുടെ മദർ അല്ലെ ആദ്യം ആരെയാണോ കാണുന്നത് അവര് കൊടുക്കുന്ന കെയർ അല്ലെ, കെയർ ഗിവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം എന്തായിക്കോട്ടെ മദർ ആയിക്കോട്ടെ, അവർ കൊടുക്കുന്ന ആ ഒരു കെയർ, അഫെക്ഷൻ, അതിലൊക്കെ എന്തുണ്ടായിരിക്കും, ആ കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ അതൊന്നും എന്താണ് നല്ലപോലെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് അവിടെ ബേസിക് കോൺഫ്ലിക്റ്റ്. അതായത് രണ്ട് എക്സ്ട്രീംസുകൾ അല്ലെങ്കിൽ രണ്ട് എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ബിഹേവിയേഴ്സുകളാണ് പറയുന്നത്. അതാണ് ബേസിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അപ്പൊ ഇവിടെ ട്രസ്റ്റ് വേഴ്സസ് എന്ത് വരുന്നത്, മിസ്ട്രസ്റ്റ്. അപ്പൊ എക്സാമിന് ചോദിക്കാറുള്ളത് എങ്ങനെയെന്ന് വെച്ചാല് ഈ പറഞ്ഞ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അതിന്റെ ഒന്നെങ്കിൽ ഈഗോ സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് ഏത് സ്റ്റേജ് ആണ് എന്നുള്ളത് ചോദിക്കാണ്ട്, അല്ലെങ്കിൽ അതായത് ഏജ് ആണ്, സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നല്ല ചോദിക്കുക, ഏജ് ആണ് ചോദിക്കുക. അതായത് ഇൻഫാൻസി പീരീഡ്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അത് ഇൻഫാൻസി പീരീഡിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്ന ഈ ഒരു ഇൻഡിപെൻഡൻസി ഈഗോ സ്ട്രെങ്ത് ആയിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആണ്. അതായത് ചില കുട്ടികൾ എന്താണ് ഇൻഡിപെൻഡൻസ്, അതായത് എല്ലാ കാര്യങ്ങളും എന്താണ് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നോക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ എന്താണ് ചില കുട്ടികൾ ഓട്ടോണോമി ഒറ്റയ്ക്ക് ചെയ്യും, ചില കുട്ടികൾ എന്താണ് ഷെയിം അല്ലെങ്കിൽ ഒരു ഡൗട്ട് അല്ലെ, അതാണ് അവിടെ പറയുന്നത്. സോ എന്താണ് സെക്കൻഡ് സ്റ്റേജിൽ ഓട്ടോണോമി എന്ന് പറയാം, ഓട്ടോണോമി വേഴ്സസ് എന്താണ് ഷെയിം. ഷെയിം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഡൗട്ട് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് തേർഡ് സ്റ്റേജ്, പ്രീ സ്കൂൾ സ്റ്റേജ് ആകുമ്പോൾ, അതായത് 4 to 6 ഇയേഴ്സ് പ്രീ സ്കൂൾ സ്റ്റേജ് ആകുമ്പോൾ അവിടെ എന്താണ് കുട്ടികളുടെ ഒരു ബേസിക് കോൺഫ്ലിക്റ്റ്, അതായത് ആ കുട്ടികൾ കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നോക്കുന്ന ഒരു ഏജ് ആയിരിക്കും. അപ്പൊ അവിടെ കുട്ടികൾ എന്താ, ചില കുട്ടികൾ എന്തായിരിക്കും എല്ലാ കാര്യത്തിലും, ഇപ്പൊ ഒരു ഗെയിം ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് വളരെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട് എന്താണ് ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നാൽ ചില എന്താണ് പറയുക ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അതാണ് രണ്ട് ഇത് പറയുന്നത്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് എന്താണ് ഗിൽറ്റ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ദെൻ ഫോർത്ത് സ്റ്റേജ് നമ്മൾ പറഞ്ഞു കോമ്പിറ്റൻസി ആണ്, അതായത് സ്കൂൾ ഏജ് ആണ്. അവിടെ കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും ഒരു കോമ്പിറ്റൻസി ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ തന്നെ ഏതൊക്കെയാണ് ബേസിക് കോൺഫ്ലിക്റ്റുകൾ, ഇൻഫീരിയോറിറ്റി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അഡോളിസൻസിന്റെ അഡോളിസൻസ് പീരീഡിൽ ഉണ്ടാവുന്ന എന്താണ് അതായത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ ഓഫ് കൺഫ്യൂഷൻ. അത് ഏത് പീരീഡിലാണ് ഉള്ളത് എന്നുള്ളത്, അതേതാണ് സെൻസ് ഓഫ് സെൽഫ് ആണ്. അതായത് അഡോളിസൻസ് പീരീഡ് അല്ലെ, ഐഡന്റിറ്റി വേഴ്സസ്, അതായത് ചില കുട്ടികൾക്ക് ഒരു ഐഡന്റിറ്റി അല്ലെ മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാവും, എന്നാൽ ചിലവർക്ക് എന്തായിരിക്കും അതൊരു റോൾ ഓഫ് കൺഫ്യൂഷൻ, ഐഡന്റിറ്റി ക്രൈസിസ് വരാറ്, റോൾ ഓഫ് കൺഫ്യൂഷൻ. ദെൻ സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് അതായത് യങ് അഡൾട്ട്ഹുഡ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈഗോ സ്ട്രെങ്ത് എന്താണ് ലവ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ബേസിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കേസിലൊക്കെ ചില ആളുകൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർ കീപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും, എന്നാൽ ചിലർ എന്തായിരിക്കും ഐസൊലേറ്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. ദെൻ
സെവൻത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഈഗോ സ്ട്രെങ്ത് കെയർ ആണ്, അതായത് മിഡിൽ അഡൾട്ട്ഹുഡിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്താണ്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഓക്കെ, ദ ലാസ്റ്റ് എന്താണ്, എയ്റ്റ് സ്റ്റേജ് ആണ് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ. അതിൽ ലാസ്റ്റ് സ്റ്റേജ് വിസ്ഡം ആണ്, അതായത് ഈഗോ സ്ട്രെങ്ത്, അതായത് ഓൾഡ് ഏജ് 65 അബവ് 65. അങ്ങനെയുള്ള ആളുകൾ ലാസ്റ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും ചില ആളുകൾ എല്ലാതും, അതായത് ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചൊരു വിസ്ഡം ഉള്ള രീതിയിലായിരിക്കും. ചില ആളുകളാണെങ്കിലോ എന്ന ഡിസ്പയർ ആയിരിക്കും. അപ്പൊ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു, തിയറീസ് ആണ് അല്ലെ. സൈക്കോളജിയിൽ തിയറീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തിയറീസിൽ തന്നെ നമ്മൾ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആരുടെയാണ്, എറിക്സൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എറിക്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഈ എറിക്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്റ്റേജസ് ഓഫ് എന്താണ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്നത് 8 സ്റ്റേജസ് ആണ്. ആ 8 സ്റ്റേജസും അതിന്റെ ഏജസ് നിങ്ങൾ പഠിക്കണം. ഏജസ് എന്ന് പറയുമ്പോൾ മെയിൻ അതായത് ഇൻഫാൻസി, അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ്, പ്രീ സ്കൂൾ സ്റ്റേജ്, അതുപോലെ തന്നെ സ്കൂൾ ഏജ്, പിന്നെന്താണ് അഡോളിസൻസ് പീരീഡ്. അതൊക്കെ ഏത് ഇതിലാണ് വരുന്നത്, ഏത് സ്റ്റേജ് ആണ്, 5th സ്റ്റേജ് ആണ് അഡോളിസൻസ് വരുന്നത്. അതിന്റെ ഇയർ നോക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത്, പിന്നെന്താണ് നെക്സ്റ്റ് യങ് അഡൾട്ട്ഹുഡ്, അതുപോലെ തന്നെ മിഡിൽ അഡൾട്ട്ഹുഡ്, പിന്നെ ഓൾഡ് ഏജ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈഗോ സ്ട്രെങ്ത് ആണ്, അതായത് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് ഇൻഫാൻസിന്റെ ഈഗോ, ആ പീരീഡിൽ ഉണ്ടാവുന്ന ഈഗോ സ്ട്രെങ്ത് ആണ് ഹോപ്പ്. അതുപോലെ തന്നെ എന്താണ്, ഏർലി ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഇൻഡിപെൻഡൻസ്, പ്രീ സ്കൂൾ സ്റ്റേജ് ആണെങ്കിൽ അവിടെ പർപ്പസ് ആണ്, സ്കൂൾ ഏജ് ആണെങ്കിൽ കോമ്പിറ്റൻസി, അഡോളിസെൻസ് ആകുമ്പോൾ സെൻസ് ഓഫ് സെൽഫ്, യങ് അഡൾട്ട്ഹുഡ് ആണെങ്കിൽ ലവ്, അതുപോലെ തന്നെ മിഡിൽ അഡൾട്ട്ഹുഡിൽ കെയർ, പിന്നെ ഓൾഡ് ഏജ് ആണെങ്കിൽ എന്താണ്, വിസ്ഡം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓട്ടോണമി എന്നുള്ള പറയുന്ന ആ ഒരു കോൺഫ്ലിക്ട് ഏത് പീരീഡിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അത് ഏത് പീരീഡിന്റെ കോൺഫ്ലിക്റ്റ് ആണ്, അങ്ങനെയാണ് ചോദിക്കുക. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, അത് ഏത് പീരീഡിലാണ് വരിക എന്നിട്ട് ഓപ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ ഏർലി സ്കൂൾ ഉണ്ടാവും, അഡോളിസെൻസ് പീരീഡ്, യങ് അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, അതുപോലെ തന്നെ സ്കൂൾ ഏജ്, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതായത് ഏതൊക്കെ ഏജിൽ ഏതൊക്കെ കോൺഫ്ലിക്റ്റ് ആണ്, ബേസിക് കോൺഫ്ലിക്റ്റുകൾ ഏതാണുള്ളത്. ഇപ്പൊ ഇൻഫാൻസി പീരീഡിൽ എന്താ വരുന്നത്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് ആകുമ്പോൾ അതെന്തായി, ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്. അതുപോലെ തന്നെ പ്രീ സ്കൂൾ സ്റ്റേജ് ആകുമ്പോൾ എന്താണ്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ദെൻ സ്കൂൾ ഏജ് ആകുമ്പോൾ എന്താണ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ദെൻ അഡോളിസൻസ് ആകുമ്പോൾ ഐഡന്റിറ്റി വേഴ്സസ് റോൾ ഓഫ് കൺഫ്യൂഷൻ. പിന്നെ യങ് അഡൾട്ട്ഹുഡ് ആകുമ്പോൾ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അതുപോലെ തന്നെ മിഡിൽ ഏജ് ആകുമ്പോൾ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. പിന്നെ എന്താണ്, ഓൾഡ് ഏജ് ആകുമ്പോൾ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അതിൽ വരുന്ന സ്റ്റേജസിൽ 8 സ്റ്റേജസ് ആണ് വരുന്നത്. അതിന്റെ ഓരോ സ്റ്റേജിന്റെയും ഈഗോ സ്ട്രെങ്ത് ഏതാണ്, അവിടുത്തെ ഏജ് ഏതൊക്കെയാണ്, അതുപോലെ ബേസിക് കോൺഫ്ലിക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.